അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്റേ ഡിഫ്രാക്ഷൻ ആണ്. അതായത് XRD ഡേറ്റ എങ്ങനെ അനലൈസ് ചെയ്യുന്നതെന്ന് നോക്കാൻ പോകും. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കട്ടെ. അതിൽ നമ്മൾ ഈ ഡെസ്ലാൻഡ് സ്റ്റേബിൾ മോളിക്കുലർ സ്പെക്ട്രം റൊട്ടേഷണൽ വൈബ്രേഷൻ ബോൺസിനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ നോക്കി. അപ്പൊ ഇന്ന് നമ്മൾ ഈ യൂസിങ് എക്സ്റേ ഡിഫ്രാക്ഷൻ ഫൈൻഡ് ദ ലാറ്റിസ് കോൺസ്റ്റന്റ് ഓഫ് ദ ക്രിസ്റ്റൽ ആൻഡ് ഐഡന്റിഫൈ ദ ക്രിസ്റ്റൽ ലാറ്റിസ്, ഈ ഒരു ക്വസ്റ്റിനെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഒരു XRDയുടെ ഡേറ്റ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഡേറ്റയിൽ നിന്ന് നമ്മൾ ലാറ്റിസ് കോൺസ്റ്റന്റ്, ക്രിസ്റ്റലിന്റെ ലാറ്റിസ് കോൺസ്റ്റന്റും ആ ക്രിസ്റ്റൽ ലാറ്റിസ് ഏതാണ്, അതായത് സിമ്പിൾ ക്യൂബിക് ആണോ, ബോഡി സെന്റേർഡ് ക്യൂബിക് ആണോ, FCC ആണോ, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഈ ക്വസ്റ്റ്യന്റെ അർത്ഥം. അപ്പൊ അതിനു മുമ്പ് ജസ്റ്റ് എക്സ്റേ ഡിഫ്രാക്ഷൻ XRD എന്താന്ന് ജസ്റ്റ് നോക്കാം. ഒരു പൗഡേർഡ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലൈൻ മെറ്റീരിയലിൽ നമ്മൾ ഇങ്ങനെ പൗഡേർഡ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ, ആ മെറ്റീരിയലിൽ നമ്മൾ മോണോക്രോമാറ്റിക് എക്സ്റേ നമ്മൾ ബോംബാർഡ് എനിക്കാണ് റേഞ്ച് ഇല്ലാത്തത്, അത് ഹരിക്കാണ്. എന്താ വിട്ട് വിട്ട് കേട്ടെ? എനിക്ക് മാത്രമാണ് വിട്ട് വിട്ട് കേട്ടെ. ഇപ്പൊ ശരിയായോ? ഇപ്പൊ കേക്കാം. എന്താ അത് ഞാൻ ഈ സ്ക്രീൻ മടക്കി, അതിന്റെ വല്ലതും ആണോന്ന് അറിയില്ല. അപ്പം ഇപ്പൊ കേൾക്കാവല്ലോ, ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ. അപ്പം ഇങ്ങനെ ഒരു എക്സ്റേ കൊണ്ട് നമ്മൾ ഒരു സർഫസിൽ ഇങ്ങനെ ബോംബാർഡ് ചെയ്യിക്കുന്നു. അപ്പൊ അങ്ങനെ ബോംബാർഡ് ചെയ്യിക്കുമ്പം ഈ ഒരു ക്രിസ്റ്റലിൽ നിന്ന്, ഈ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്ന് നമുക്ക് ഒരു സീരീസ് ഓഫ് ലൈൻസ് ആയിരിക്കും നമുക്കിങ്ങനെ ഇവിടെ കിട്ടുന്നത്. റാൻഡംലി ഓറിയന്റഡ് ആയിട്ടുള്ള ലാറ്റിസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു സീരീസ് ഓഫ് ലൈൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് ഈ ക്രിസ്റ്റൽ പതുക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓരോന്നിലും ലൈൻസ് കിട്ടുന്നത്. അപ്പൊ ഈ സീരീസ് ലൈൻസ് കിട്ടുന്നത് എപ്പോഴാണ്? 2D സൈൻ തീറ്റ ഈക്വൽ ടു n ലാംഡ, ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഒരു എക്സ്റേ പാറ്റേൺ ആണ് നമുക്കിങ്ങനെ ഒരു സീരീസ് ഓഫ് ലൈൻസ് ആയിട്ട് കിട്ടുന്നത്. അത് n എന്ന് പറയുന്നത് 0, 1, 2, 3 എക്സെട്ര, അത് ഓർഡർ ആണ്. പിന്നെ DHKL എന്ന് പറയുന്നത് ഇന്റർപ്ലാനാർ സ്പേസിംഗ് ആണ്. അത് തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. അപ്പം ഇതെല്ലാം ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് വെച്ച് ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ ഈ ഒരു മാനുവലിൽ, ഈ ഒരു റെക്കോർഡിലൊക്കെ നമ്മൾ പറയുന്നത്. ഇതിന്റെ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമില് ഈ ലൈൻസ് റെക്കോർഡ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അതായത് ഒരു ഫിലിമുണ്ട്, ആ ഫിലിമില് ആണ് ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇതില് ആ ഒരു കാര്യം പറയുന്നത്, ലൈൻസ് റെക്കോർഡ് ചെയ്യുന്ന കാര്യം. എന്നിട്ട് ഈ ഒരു ലൈൻസിന്റെ ഇടയിലുള്ള കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആണ് ഈ ലൈൻസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഈ ഒരു 6 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ കിട്ടും, 5. ഇതാണോ 5? 8. അപ്പൊ 5 എന്ന് പറഞ്ഞൊരു ആംഗിൾ കിട്ടും. 5 ഏതാന്ന് ഇവര് ഇതിനകത്ത് കാണിക്കുന്നില്ല, അതാ ഒരു കൺഫ്യൂഷൻ. 5 കിട്ടും. 5 എന്ന് പറഞ്ഞാല് L/4R. ഈ ഒരു സാധനം നമുക്ക് കിട്ടും. 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
എന്താ ആ ഒരു ലൈൻസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് L/4R വെച്ച് നമുക്ക് ആ ഒരു ഇത് കിട്ടും, എന്താ ഫൈയുടെ വാല്യൂ കിട്ടും. ഫൈയുടെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. തീറ്റ = π/2 മൈനസ് 5. അങ്ങനെ നമുക്ക് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം n = 1 ആണെങ്കിൽ നമുക്ക് ഈ തീറ്റയും അറിയാം. ഇപ്പൊ n = 1 ആണ്, തീറ്റയും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? d കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ലാംഡ നമ്മൾ പ്രീഡിറ്റർമിൻഡ് ആണ്. അപ്പൊ ഇത് ഇത്ര കാര്യം പ്രീഡിറ്റർമിൻഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഫിലിമും ഈ ഒരു എന്താ ക്രിസ്റ്റലും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ആണ് L എന്ന് പറയുന്നത്. അതായത് ഇത് ഇങ്ങനെ ആ ക്രിസ്റ്റൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ക്രിസ്റ്റൽ ഇത് ഇങ്ങനെ എക്സ്റേ ബോംബാർഡ് ചെയ്യുന്നത്, എക്സ്റേ, എന്നിട്ട് ഈ ഒരു ഡിസ്റ്റൻസിൽ അത് ഇങ്ങനെ ഫിലിം വെച്ചിരിക്കുന്നത്. ആ ഫിലിമിൽ ഇത് ഇങ്ങനെ പാറ്റേൺസ് വന്ന് വീഴുക ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെല്ലാം തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 6, ഇതാണ് L. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് ഫൈ കിട്ടുന്നത്. അപ്പം ഫൈ = L/4R എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് തീറ്റയിൽ നിന്ന് π/2 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തീറ്റ = π/2 മൈനസ് 5. അങ്ങനെ നമുക്ക് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ ലാംഡയും എന്നും തീറ്റയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? d നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം 2d ഇങ്ങനെ 2d sin θ = n ലാംഡ ആയതുകൊണ്ട് നമുക്ക് n 1 ആണ്, അപ്പൊ ലാംഡ വരും. പിന്നെ d = എന്ത് വരും? λ/2 sin θ. തീറ്റ നമ്മൾ ഈ ഫൈ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഡിക്ക് ഒരു വാല്യൂ കിട്ടും. അപ്പം ഓരോ ലൈൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡിയുടെ ഒരു വാല്യൂ കാണും. അപ്പൊ ആ വാല്യൂ ആണ് നമുക്ക് ഡേറ്റ ആയിട്ട് തരാൻ പോകുന്നത്. ഇതിത്ര മനസ്സിലായോ? അപ്പം നമുക്ക് ആ ഒരു ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇപ്പം നമുക്കറിയാം എ എന്ന് പറയുന്നത് ലാറ്റിസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ HKL എന്ന് പറയുന്നത് മില്ലർ ഇൻഡിസസ് ആണെങ്കിൽ, മില്ലർ ഇൻഡിസസ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എക്സ്റേ ഡിഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്. ആണെങ്കിൽ നമുക്കറിയാം ഡി എന്ന് പറയുന്നത് A/√h² + k² + L² ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് 1/d² കിട്ടും. 1/d² = h² + k² + L²/A². എ എന്ന് പറയുന്നത് ഈ ഒരു ലാറ്റിസ് കോൺസ്റ്റന്റ് ആണ്. അതായത് എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് 1/d² ഈസ് പ്രൊപ്പോർഷണൽ ടു h² + k² + L² എന്ന് നമുക്ക് പറയാം. അപ്പം ഇതിൽ നിന്ന് ഇതിന്റെ വാല്യൂസ് നമുക്ക് ഈ 1/d² വാല്യൂസ് വെച്ച് നമുക്ക് ഏത് ക്രിസ്റ്റൽ സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. 1/d² ആ ഒരു വാല്യൂസ് നമുക്ക് നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ ആണെങ്കിൽ, സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ ആണെങ്കിൽ നമുക്ക് ഈ വാല്യൂ 1/d² വാല്യൂ, അതായത് നോർമലൈസ് ചെയ്യണം. ഹയസ്റ്റ് വാല്യൂ ഓഫ് 1/d² കൊണ്ട് നോർമലൈസ് ചെയ്യണം. നോർമലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വാല്യൂസ് 1, 2, 3, 4, 5, 6, 8, 9, 10, 11, 12, 13, 14, 16 ഈ വാല്യൂസ് ആണെങ്കിൽ ഇത് സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ ആണ്. ഇനി ആണോ? ഇപ്പോഴും ഉണ്ടോ? ഇപ്പൊ കേൾക്കാടാ, പക്ഷെ എങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. നോക്കട്ടെ, നെറ്റ് ഒക്കെ കറക്റ്റ് ആണ്.
നീ ചില സമയത്ത് എഴുതുമ്പോഴാന്ന് തോന്നുന്നു. ഉം. ഉം. നോക്കാം. അത് എന്താണെന്ന് അറിയില്ല. പക്ഷെ വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ക്ലിയർ ആണല്ലോ ഇത്. ആടാ. അപ്പം 2, 4, 6, 8, 10, 12, 14, 16 ആണെങ്കിൽ VCC ആണ്. ഇനി FCC ആണെങ്കിൽ 3, 4, 8, 11, 12, 16 എന്നിങ്ങനെ വാല്യൂസ് ആയിരിക്കും വരുന്നത്. ഇനി ഡയമണ്ട് ക്യൂബിക് ആണെങ്കിൽ ഡയമണ്ട് ക്യൂബിക് ആണെങ്കിൽ 3, 8, 11, 16 ഈ വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഏത് ക്രിസ്റ്റൽ സിസ്റ്റം ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഒരു ഡേറ്റ നമുക്ക് തരും. ആ ഡേറ്റ വെച്ച് നമ്മൾ ആ ഡേറ്റ നോർമലൈസ് ചെയ്ത് കഴിയുമ്പോൾ സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ ആണെങ്കിൽ 1, 2, 3, 4, 5, 6, 8, 9, 10, 11, 12, 13, 14, 16 എന്നിങ്ങനെ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഇനി BCC ആണെങ്കിൽ 2, 4, 6, 8, 10, 12, 14, 16 എന്ന് പറഞ്ഞ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. FCC ആണെങ്കിലോ 3, 4, 8, 11, 12, 16 എന്നിങ്ങനെ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഡയമണ്ട് ക്യൂബിക് ആണെങ്കിൽ 3, 8, 11, 16 എന്നിങ്ങനത്തെ വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇതിന് തന്നിരിക്കുന്ന ഡേറ്റ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിൽ ഞാൻ ഗ്രൂപ്പിൽ ഇപ്പൊ ഇട്ടിട്ടുണ്ട്. ആ ഇട്ടിരിക്കുന്നതിൽ ഇതാണ് ഡേറ്റ. സ്ക്രീൻഷോട്ടിൽ എടുക്കാൻ ുന്നുണ്ടോ? എന്തോടെ ചോദിച്ചേ? ഡേറ്റ കാണാവോ? ഞാൻ ഡേറ്റ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാണും. നീ കോപ്പി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നീ പറഞ്ഞു ഞങ്ങൾ കേട്ടില്ല. എന്താന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി നമ്മൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഡിയുടെ ഓരോന്നിന്റെയും സ്ക്വയർ എടുത്ത് അതിന്റെ റെസിപ്രോക്കൽ എടുക്കും. അതായത് ഒരു ടേബിൾ വരയ്ക്കണം. D 1/d സ്ക്വയർ h സ്ക്വയർ പ്ലസ് k സ്ക്വയർ പ്ലസ് l സ്ക്വയർ ഈ ഒരു ടേബിൾ വരയ്ക്കണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡിയിൽ ആദ്യത്തെ വാല്യൂ എന്തായിരുന്നു? 2.21. 2.21ന്റെ 1/d സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 0.2047 എന്ന് കിട്ടും. അതേപോലെ 1.57 ആണ് അടുത്ത വാല്യൂ. 0.4057 ആണ് അതിന്റെ 1/d സ്ക്വയർ വാല്യൂ. അതായത് d സ്ക്വയർ എടുത്തിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്തു. ഇപ്പൊ കേൾക്കാമല്ലോ അല്ലേ? കേക്കാടാ. അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 0.608. അതേപോലെ 1.11 0. പോയി. സ്ക്രീൻ പോയോ? ഇടയ്ക്ക് പോയി, ഇടയ്ക്ക് വീണ്ടും വന്നു. നിന്റെ ഒച്ച പോയി. അത് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഞാനൊന്ന് ക്വിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ കേറാം. കേക്കാവല്ലോ അല്ലേ? ആടാ കേക്കാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുവാണ്. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്.
1.2106 0.842. ഇത്ര മനസ്സിലായത് എങ്ങനെയാ ചെയ്യുന്നതെന്ന്? ഇനി ഇതിലെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ കൊണ്ട് ഇതിലെ എല്ലാ വാല്യൂസിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതായത് 0.2047 ആണ് ഇവിടുത്തെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ വാല്യൂസിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇത് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.2047/0.2047 ആദ്യം വരും. അത് 1 ആണ്. 0.4057/0.2047 എന്ന് പറയുന്നത് 1.98 വരും. അടുത്തതിനെ അതേപോലെ ചെയ്യുമ്പം 2.97 വരും. പിന്നെ 3.96, 4.92, 5.91, 6.89, 7.85 അങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതിനെ എല്ലാത്തിനും നമ്മൾ അപ്രോക്സിമേറ്റ് 1ന്റെ അപ്രോക്സിമേഷൻ 1, 1.98 2, 2.97 3, 4, 5, 6, 7, 8 ഇങ്ങനെ വാല്യൂസ് വരുമല്ലോ. ഇത് ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? വീണ്ടും കട്ടായോ? ഹലോ, ഇപ്പൊ പറഞ്ഞ മൊത്തത്തിൽ പറയാമോ? ഇതിപ്പം 1/d സ്ക്വയർ അല്ല അത് കഴിഞ്ഞിട്ടുള്ളത്. 1/d സ്ക്വയർ കഴിഞ്ഞിട്ടുള്ളതോ? അതെ. അതായത് 1/d സ്ക്വയറിലെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്തു. 0.2047 ആണ് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ. അതുകൊണ്ട് എല്ലാത്തിനും അങ്ങ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1, 1.98, 2.97 അങ്ങനെ വരും. എന്നിട്ട് അതിന്റെ നിയറസ്റ്റ് ഹോൾ നമ്പറുമായിട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തു. അതാണ് 1, 2, 3, 4, 5, 6, 7, 8 കിട്ടിയത്. ഇനി നമ്മള് ഇത് നമ്മൾ ഇനി സിമ്പിൾ ക്യൂബിക്കിന്റെ ആ വാല്യൂസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സിമ്പിൾ ക്യൂബിക്കിൽ നമുക്കറിയാം ആ വാല്യൂസ് എന്ത് ചെയ്യും. സിമ്പിൾ ക്യൂബിക്കിന്റെ ഇതിൽ കണ്ടോ, ഇതിൽ 7 ഇല്ല. 1, 2, 3, 4, 5, 6, 8 ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഇതേ സിമ്പിൾ ക്യൂബിക്കിന്റെ വാല്യൂ കൂടെ എഴുതുക. h സ്ക്വയർ പ്ലസ് k സ്ക്വയർ പ്ലസ് l സ്ക്വയർ ഫോർ സിമ്പിൾ ക്യൂബിക്. 1 ഉണ്ട്, 2 ഉണ്ട്, 3, 4, 5, 6, 7 ഇല്ല, 8. പക്ഷെ നമുക്ക് ഈ ഡേറ്റ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ 7 വരുന്നുണ്ട്. ഈ ഒരു 7 ഇവിടെ വരുന്നുണ്ട്. ഈ 7 വരുന്നത് കൊണ്ട് ഇതെന്തല്ല, സിമ്പിൾ ക്യൂബിക് അല്ല. ഇതൊരു സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ അല്ല. ബിക്കോസ് 7 ഈസ് അതുകൊണ്ട് നമുക്കിത് സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി നമ്മൾ അടുത്തത് BCC ആണോ എന്ന് ഇതിനെ നോക്കണം. BCC ആണോ എന്ന് നോക്കാൻ വേണ്ടി ഈ ക്രിസ്റ്റൽ ഇതേപോലെ വേറൊരു ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. മൊത്തം ഇനി രണ്ടാമത് എഴുതി വരച്ചു വരുമ്പോൾ സമയം എടുക്കും. പരീക്ഷയ്ക്ക് പക്ഷെ വേറെ ടേബിൾ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അത് പോയി.
കൺസ്ട്രക്ട് ചെയ്യണം. കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു കോളത്തിലെ വാല്യൂസിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന കോളത്തിൽ എഴുതണം. അപ്പൊ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 2 എത്ര വരും? 2 വരും. 2 1.98 into 2 3.96 2.97 into 2 5.94 അതേപോലെ 7.92 9.8 11.82 13.78 ഇങ്ങനെയുള്ള വാല്യൂസ് വരും. ഇനി ഇതിനെ നമ്മൾ അതിന്റെ നിയറസ്റ്റ് ഇൻറ്റീജറുമായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ 2 കിട്ടും. 10 12 14 16. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം BCC ഏതൊക്കെയുള്ള 14 16 ആണ് BCC ക്ക് ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോഴും കണ്ടോ 2 നമുക്ക് അതുകൊണ്ട് നമുക്ക് എന്തായാലും എടാ കേക്കാൻ പറ്റുന്നില്ലടാ, ഇപ്പോഴും പോയോ? ബ്രേക്ക് ആവുന്നുണ്ട് നല്ലപോലെ. കുറച്ചായിട്ട് എന്റെ ബ്രേക്ക് ആവുന്നുണ്ട്. അതെന്താന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഞാനിവിടെ നോക്കിയിട്ട് നെറ്റിനൊന്നും ഒരു കുഴപ്പം കാണിക്കുന്നില്ല. നീ ഇപ്പൊ സംസാരിക്കുമ്പോ ഓക്കെയാ, പക്ഷെ അറിയില്ല, അത് എന്താ അറിയില്ല. ഇന്നിപ്പം ആദ്യമായിട്ടാ. ഹെൻസ് ദ ക്രിസ്റ്റൽ ഈസ് BCC. ഇത് മനസ്സിലായല്ലോ അല്ലേ? ഞാൻ ഹലോ ചെയ്ത് കണ്ടപ്പോ മനസ്സിലായി. അതായത് അതിന്റെ ഇരട്ടി എടുത്ത് അതിന്റെ റൈറ്റ് സൈഡിൽ കോളം BCC-യിലുള്ളതെല്ലാം അതേപോലെ ഉള്ളത് കൊണ്ട് ക്രിസ്റ്റൽ BCC അല്ലേ? അതെ, അത് നമ്മള് ഇരട്ടിയായിട്ട് എഴുതി. നമ്പർ ഒന്നും മിസ്സിംഗ് അല്ലാത്തതുകൊണ്ട്. ഈ ഒരു 1.98 2.97 അതിന്റെ ഇരട്ടി എഴുതിയപ്പം 2 3.96 5.94 7.92 എന്ന് വന്നു. അങ്ങനെ വന്നപ്പം നമുക്ക് അതിന്റെ ഹോൾ നമ്പർ അപ്രോക്സിമേഷൻ ചെയ്തപ്പം 2 4 6 8 10 12 14 16 വന്നു. അതെല്ലാം BCC-യിലുള്ളതാണ്. അതുകൊണ്ട് ഈ ക്രിസ്റ്റൽ BCC ആണ്. ഇനിയും നമ്മൾ ഇതിന്ന് ലാറ്റിസ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. അതാണ് ശരിക്കും നമ്മുടെ എയിം വരുന്നത്. ഈ ഒരു വാല്യൂ വെച്ച് നമ്മൾ ഇതിന്റെ ലാറ്റിസ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ ആ എക്സ്പ്രഷൻ എന്ത് ചെയ്യാ, അതിന്റെ 1 സെക്കൻഡ്, ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു എക്സ്പ്രഷനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് A² ഈക്വൽ ടു H² പ്ലസ് K² എടാ ഇപ്പോഴും ബ്രേക്ക് ആവുന്നുണ്ട്. അത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നത്, കാരണം വേറൊന്നും ഇവിടെ ടൈപ്പ് ചെയ്യുന്നോണ്ടാണോ? അല്ല, CPU യൂസേജ് കൂടുതലാണോ എന്നൊരു സംശയം. അതാ
അവിടെയും മെമ്മറി ഒക്കെ കൂടെ യൂസേജ് കാണിക്കുന്നുണ്ട്. റെക്കോർഡ് ചെയ്ത ആ വീഡിയോ എടുത്തൊന്ന് നോക്കാം, അപ്പഴറിയാം. ഇത് എന്താ അറിയില്ല, കാരണം ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല ഇങ്ങനെ. ഇത് മനസ്സിലായോ? 1/d² = h² + k² + L² ആണ്. അതിൽ നിന്ന് നമുക്ക് a² = h² + k² + L² × d² എന്ന് കിട്ടും. അപ്പൊ a² കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നത്? d × √h² + k² + L² എടുത്താൽ മതി. ഇത് മനസ്സിലായോ? അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ h² + k² + L². അത് ഒരു കോളമായിട്ട് എഴുതണം. അതിപ്പോ എഴുതുക. ഇനിയും d നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ ഡേറ്റ ആയി തന്നിട്ടുള്ള ആ വാല്യൂസ്. അതായത് ഈ വാല്യൂസ് 2.21, 1.57, 1.282, 1.11 ആ വാല്യൂസ് അടുത്ത കോളമായിട്ട് എഴുതുന്നു. ഇനി അടുത്ത കോളത്തിലാണ് നമ്മൾ a എഴുതുന്നത്. a ആങ്സ്ട്രം ആണ് എയുടെ യൂണിറ്റ് വരുന്നത്. അപ്പം ഈ h² + k² + L² വാല്യൂസ് എഴുതുക. അപ്പൊ 2 h² + k² + L² ഇല്ലേ? അപ്പൊ ഏത് എഴുതും? രണ്ടാമത്തേത് BCC ആണെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്തല്ലോ. അപ്പൊ ഇനി നമ്മുടെ വാല്യൂ രണ്ടാമത്തേതാ. 2, 4, 6, ആ രണ്ടാമത്തെ ആ വാല്യൂസ് എടുത്ത് എഴുതി. ഇനി നമുക്ക് നമ്മുടെ ഡേറ്റയിൽ തന്നിട്ടുള്ള ആ ഡിയുടെ വാല്യൂ എടുത്ത് എഴുതണം. ഇനി നമുക്ക് ഡിയുടെ വാല്യൂസും ഉണ്ട്, h² + k² + L² വാല്യൂസും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഡിയുടെ വാല്യൂ, ഈ h² + k² + L² വാല്യൂവിന്റെ റൂട്ട് എടുക്കണം. റൂട്ട് എടുത്തതിന് ശേഷം അതിനെ d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ h² + k² ഇപ്പൊ √2 എന്ന് പറയുമ്പോൾ എത്ര വരും? √2 എന്ന് വരുമ്പോൾ 1.414 എഴുതണ്ട, 1.41 ഇൻറ്റു ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2.21 ആണ്. അപ്പൊ 1.41 ഇൻറ്റു 2.21 എന്ന് വരുമ്പോ നമുക്ക് 3.1254 വരും. അതേപോലെ 1.54ന്റെ റൂട്ട് എടുത്താൽ നമുക്കറിയാം 2 വരും. 2 × 1.57 എത്ര വരും? 2 × 1.57 നമുക്ക് 3.14 വരും. അതേപോലെ 6ന്റെ റൂട്ട് എടുക്കണം. 6ന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 2.449 വരും. അതിനെ ഇൻറ്റു 1.282 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3.1402 വരും. അത് a² ഇക്വേഷൻ അല്ലേ? ഇവിടെ a അല്ലേ കിടക്കുന്നേ? അല്ല, ഇത് a ആണ്. റൂട്ട് എടുത്തു കഴിഞ്ഞു. അപ്പൊ അതേപോലെ നമ്മള് 8ന്റെ റൂട്ട് എടുത്തു, √8. അപ്പൊ 2.8284 വരും. അതിനെ ഇൻറ്റു 1.11 ചെയ്യണം. എത്ര? 8ന്റെ റൂട്ട് അല്ലേ? √8 ഇൻറ്റു 1.11 നമുക്കപ്പം 3.1395 വരും. അതേപോലെ നമ്മൾ ബാക്കിയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക്
ഈ വാല്യൂസ് ഒക്കെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. അപ്പം ഇതാണ് ആവറേജ് വാല്യൂ. അപ്പൊ നമ്മൾ ലാറ്റിസ് കോൺസ്റ്റന്റും കണ്ടുപിടിച്ചു, ഏത് തരം ക്യൂബിക് ക്രിസ്റ്റൽ ആണെന്നും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ അത് ചെയ്യാൻ, വേറൊന്നുമില്ല. ആൻസർ ആയി ഫുള്ള്. അത് ഒന്നുകൂടെ പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ ശരിക്കും ചോദിച്ചേക്കുന്നേ? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, ഇതല്ലല്ലോ. ഇതില് 1 ആണ് ക്വസ്റ്റ്യൻ 1. യൂസിങ് ദ ഡേറ്റ ഓഫ് എക്സ്റേ ഡിഫ്രാക്ഷൻ ഫൈൻഡ് ദ ലാറ്റിസ് കോൺസ്റ്റന്റ് ഓഫ് ദ ക്രിസ്റ്റൽ ആൻഡ് ഐഡന്റിഫൈ ദ ക്രിസ്റ്റൽ ലാറ്റിസ്. അതായത് ആ ഡേറ്റ വെച്ചിട്ട് നമുക്ക് ലാറ്റിസ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഏത് തരം ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്, BCC ആണോ, FCC ആണോ, സിമ്പിൾ ക്യൂബിക് ആണോ, അതോ ഡയമണ്ട് ക്യൂബിക് ആണോ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെതായിരിക്കത്തില്ലേ A² + K² L² എടുക്കുന്നേ? ആദ്യം നമ്മൾ എസ് നോക്കി, ആദ്യം നോക്കി. അപ്പൊ ആദ്യം നോക്കിയപ്പം നമ്മള് എന്താ അതെടുക്കട്ടെ. അപ്പൊ ഇത് നമുക്ക് ആദ്യത്തെ നോക്കിയപ്പം നമുക്ക് 1 2 3 4 5 6 7 8 കിട്ടി. അപ്പം 7 ഇല്ലാത്തത് കൊണ്ട് അത് 7 സിമ്പിൾ ക്യൂബിക്കിൽ 7 ഇല്ല. അതുകൊണ്ട് ഈ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്, പക്ഷെ നമുക്ക് ഇവിടെ 7 കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ക്യൂബിക് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ആ 1.98 2.97 ആ അപ്രോക്സിമേറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള ആ വാല്യൂസിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് 2 3.96 5.94 7.92 അങ്ങനെ 9.84 അങ്ങനത്തെ വാല്യൂസ് കിട്ടും. എന്നിട്ട് ഇതിനെ എല്ലാം നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് ഹോൾ നമ്പറിലേക്ക് ആക്കുന്നു. അപ്പൊ നമുക്ക് 2 4 6 8 10 12 14 16 കിട്ടും. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു 2 4 6 8 10 12 14 16 ഉള്ളത് ഒരു ബോഡി സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റൽ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് മാച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്താണ്, ഇത് ഒരു ബോഡി സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റൽ ആണ്. ഇനി നമുക്ക് ചില ഡേറ്റ BCCയിൽ മാച്ച് ചെയ്യാത്ത ഡേറ്റ വരാം. അപ്പൊ BCCയിൽ മാച്ച് ചെയ്യാത്ത ഡേറ്റ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇതുപോലെ ഒന്നും കൂടെ ടേബിൾ എഴുതണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എന്നിട്ട് × 3 ചെയ്ത് ഒരു കോളം നമ്മൾ ഫില്ല് ചെയ്യണം. എന്നിട്ട് നമ്മൾ വീണ്ടും അപ്രോക്സിമേറ്റ് ചെയ്ത് നോക്കും. അങ്ങനെ നമ്മൾ ഓരോ തവണ അപ്രോക്സിമേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു അപ്രോക്സിമേഷനിലായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഡേറ്റാസ് മാച്ച് ചെയ്യുന്നത്. അങ്ങനെ മാച്ച് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ആ ഒരു മാച്ച് ചെയ്യുന്ന ആ ക്യൂബിക് ക്രിസ്റ്റൽ ആയിരിക്കും ആ ഒരു ക്രിസ്റ്റലിനുള്ളത്, ആ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ആയിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട്, ഇപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, ഏത് ക്രിസ്റ്റൽ ആണെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ഇനിയും ആ ഒരു H² + K² + L² വാല്യൂസ്, അതായത് 2 4 6 8 10 12 14 16 എന്ന് പറഞ്ഞ വാല്യൂസ്, അതാണ് നമ്മുടെ ക്രിസ്റ്റലിന്റെ വാല്യൂസ്. അപ്പൊ അത് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഡേറ്റയിൽ D തന്നിട്ടുണ്ട്. അപ്പൊ D × √H² + K² + L² വെച്ച് നമുക്ക് A കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ലാറ്റിസ് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ ഇതിന്റെ ചെയ്യാനുള്ളത്. ഇത് ഈ ചെയ്യുന്ന എന്താണെന്ന് ആണ് അവര് ആ ഒരു റെക്കോർഡിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇപ്പൊ നമുക്ക് FCC ആയപ്പോ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? ഇപ്പൊ നമ്മുടെ BCC ആണോ നിൽക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? 3 ഉണ്ട്. ഓക്കെ, അപ്പം ഡയമണ്ട് ആണെങ്കിൽ 4 ഉണ്ടോ? അല്ല, ഞാൻ അവിടെ വരെ പോയിട്ടായിരിക്കും എങ്കിലും ഞാൻ ചോദിക്കുമായിരുന്നു. അത് 4 കൊണ്ട് മൾട്ടിപ്ലൈ നോക്കും. അപ്പൊ ഈ D അല്ലേ ക്വസ്റ്റ്യന് തരുന്ന ഡാറ്റ? ഇതാ ക്വസ്റ്റ്യന് തരുന്നത്, ഇന്റർപ്ലാനർ സ്പേസ്. ഇനിയും വേണമെങ്കിൽ 5 തരാം. 5 തന്നാൽ നമ്മൾ D കണ്ടുപിടിക്കാൻ ബാധ്യസ്ഥരാണ്. അതെങ്ങനാ അപ്പൊ? അത് ഇതില് നമ്മൾ ആദ്യം തിയറി ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞായിരുന്നല്ലോ, φ = L/4R. ആ ഒരു ഡേറ്റ ആണ് ഫൈയുടെ വരുന്നത്. അതിൽ നിന്ന് നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം. φ
π/2 മൈനസ് 5 കണ്ടുപിടിക്കാം. അപ്പൊ ഇതിട്ട് കൊടുത്ത തീറ്റ ഇട്ട് കൊടുത്താൽ നമുക്ക് ഡി കണ്ടുപിടിക്കാം. തീറ്റ ഉണ്ട്, ലാംഡ അവിടെ തരണം. ലാംഡ അവിടെ തന്നാൽ മാത്രമേ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഡി നമുക്ക് കണ്ടുപിടിക്കാം. ഇനി 6 മാത്രം തന്നാലും നമുക്ക് ഡി കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ ഡി = λ/2 sin θ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 6 തന്നാൽ 5 കണ്ടുപിടിക്കാം. 5 അത് ഈ ഇക്വേഷൻ 6 മാത്രം തന്നാൽ പോരാ, എല്ലും കൂടെ തരണം. നമുക്ക് മിക്കവാറും ഡി മാത്രമേ തരത്തുള്ളായിരിക്കും. ഇനി അഥവാ തീറ്റ ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഈ ഇക്വേഷൻ വെച്ചാൽ മതി. തീറ്റ ആണ് നമുക്ക് തരുന്നതെങ്കിൽ ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചാൽ മതി. ലാംഡ എക്സ്റേയുടെ എക്സ്റേയുടെ എത്ര വരും വേവ് ലെങ്ത്? എനിക്കൊന്ന് ആ ഒരു ഇതിന്റെ ഡിവൈസിന്റെ ഒരു വാല്യൂ കാണും ലാംഡ. അത് തന്നാലേ നമുക്ക് ഡി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. എനിവേ ഡി ആയിരിക്കും തരും. നമ്മുടെ റെക്കോർഡിലൊക്കെ ഡി കൊടുത്തിരിക്കുന്നത്. ഇനി വേറെ കോളേജുകളിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മുടെ റെക്കോർഡിലൊക്കെ എല്ലാ റെക്കോർഡിലും ഡി ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഡി വെച്ചാ കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഡി എ വരത്തുള്ളായിരിക്കും. ഇനി തീറ്റ വന്നെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ലാംഡ തരണം. അപ്പൊ ലാംഡയും കൂടെ തന്നാലേ നമുക്ക് ഡി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ XRD എന്ന് പറയുന്നത്. ഏതെങ്കിലും സ്റ്റെപ്പ് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലടാ മനസ്സിലായി. ഓക്കെ, ഇതായിരിക്കും. ഇത് എക്സാമിന് ഉറപ്പായിട്ടും കാണുമോ? ഇത് വെക്കാൻ പറയാം. കാരണം ഇത് ക്വസ്റ്റ്യൻ ഇത് വെക്കാൻ പറ, സിമ്പിളാ. ഓക്കെ, ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് വന്നിട്ടുണ്ട്. ഈ XRD ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മിക്കവാറും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു XRD കാണും. കാണാതിരിക്കുകയല്ല. ടേബിളും ഉണ്ട്. പിന്നെ മറ്റേ റൊട്ടേഷൻ വൈബ്രേഷൻ സ്പെക്ട്രം ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ഈ 3-നും 4-നും ഏതെങ്കിലും ഒന്നുകൂടെ എടുക്കാം. വേണമെങ്കിൽ, എനിക്ക് കുഴപ്പമില്ല. വേണ്ട, വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്കറിയാം എന്തായാലും അത് ഞാനത് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം വേറെ ഒന്നും ഇല്ല. പിന്നെ പ്രോഗ്രാം എങ്ങനെയാ? ഒരു സൗണ്ട് ഇടയ്ക്ക് കയറി വരും. കേട്ടില്ല. എടാ, ഒരു സൗണ്ട് ഇടയ്ക്ക് കയറി വരും. ഏത് സൗണ്ട്? ആനന്ദ് ഇടയ്ക്ക് പറഞ്ഞതായിരിക്കും. ആനന്ദ് എന്താ പറഞ്ഞായിരുന്നു ഇടയ്ക്ക്? ഞാൻ കേട്ടില്ല. നീ സംസാരിക്കുമ്പോ ഒരു വേറൊരു സൗണ്ട് വരുന്നു. സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്തോ ഡിസ്റ്റർബൻസ് പോലെ. ഈ CPU യൂസേജ് ഡിറ്റക്ട് എന്നൊക്കെ കാണിച്ചു. എന്തോ ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. വെയിറ്റ്, ഞാനൊന്ന് റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ശരിയാവുള്ളൂ.